രണ്ട് കൈകളും തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുറിവുകളേറ്റേറ്റ് നമുക്കായിട്ട് കർത്താവ് യേശുമിശിഹായുടെ ദിവ്യകാരുണ്യമായി തീർന്നിരിക്കുന്നു. ജീവിതത്തിലുടനീളം മുറിവുകളേറ്റ്, ശരീരത്തിൽ അങ്ങോളം ഇങ്ങോളം മുറിവുകളേറ്റ കർത്താവ് യേശുമിശിഹാ ആ മുറിവുകളെ എല്ലാം തിരുമുറിവുകളാക്കി തീർത്തല്ലോ. നമുക്ക് വേണ്ടി മുറിവുകളേറ്റ കർത്താവ്, നമുക്കായി ചതയ്ക്കപ്പെട്ട കർത്താവ്, നമുക്കായി ക്ഷതമേൽക്കപ്പെട്ട കർത്താവ്, ആ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കൈകളും ഉയർത്തിയെന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, അല്പം കൂടി സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈ ആരാധനാ സമയം കർത്താവ് നമ്മുടെ എല്ലാ മുറിവുകളെയും എടുത്ത് മാറ്റുന്ന അവസരങ്ങളാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കൈകൾ കൂപ്പിക്കൊണ്ട് ഒന്ന് ചേർന്ന് കർത്താവിനെ ആരാധിച്ച് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും സമർപ്പിച്ച് സമ്പൂർണമായും സമർപ്പിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, തിരുവോസ്തിരൂപനായി നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ദൈവകൃപകൾ വർഷിക്കാനുമായി എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും അനവരതോർത്തെ മഹത്വപ്പെടുത്തുവാനും ഈശോ നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കുകയാണ്. ഈ പുണ്യപ്പെട്ട ദിവസത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു തിരുവചനം, അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20 അധ്യായത്തിലെ 19-20 ദൈവവചന ഭാഗങ്ങൾ ഇന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനും ആരാധനയ്ക്കുമായി കർത്താവ് നൽകിയിരിക്കുകയാണ്. ആ വചനം ഇപ്രകാരമാണ്: ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ കാണിച്ചു കൊടുത്തത് തൻ്റെ കൈകളിലെയും പാർശ്വത്തിലെയും മുറിവുകളാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, വചനം ഇപ്രകാരം പറയുന്നു: അവിടുത്തെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. നമ്മുടെ എല്ലാ മുറിവുകളും, അത് ഏത് തരത്തിലുള്ളതുമാകട്ടെ, ആ മുറിവുകളൊക്കെ സൗഖ്യമായി തീരുന്നത് കർത്താവ് യേശുമിശിഹായുടെ തിരുമുറിവുകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈശോയുടെ ശരീരത്തിൽ 5 മുറിവുകളല്ലായിരുന്നുള്ളത്. ശരീരം മുഴുവനും 10,000-കണക്കിന് മുറിവുകളുടെ ഒരു കൂമ്പാരമായിരുന്നു കർത്താവിൻ്റെ ശരീരത്തിലുള്ളത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈശോയുടെ ശരീരത്തിൽ ആകപ്പാടെ അവശേഷിച്ചത് 5 മുറിവുകളാണ്. കൈകളിലെയും പാർശ്വത്തിലെയും പിന്നെ പാദങ്ങളിലെയും. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈശോ ഇങ്ങനെ 5 മുറിവുകൾ മാത്രം അവശേഷിപ്പിച്ച് മറ്റ് മുറിവുകൾ ഒന്നും ഇല്ലാതാക്കി തീർത്തത്? അതിന് പ്രധാനമായിട്ടും 5 കാര്യങ്ങളും ഉണ്ട്. അതിനു മുന്നേ ഒരു കാര്യം കർത്താവ് ഈ വചനത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സ്വർഗത്തിൽ മനുഷ്യനിർമ്മിതമായ ഒരൊറ്റ കാര്യമേ അന്ന് തൊട്ട് ഇന്നോളമുള്ളൂ. അത് കർത്താവിൻ്റെ ശരീരത്തിലെ ഈ 5 മുറിവുകളാണ്. മറ്റൊന്നും തന്നെ ഇല്ലെന്ന് നമുക്കറിയാം. സ്വർഗത്തിൽ മനുഷ്യനിർമ്മിതമായ ഒരൊറ്റ കാര്യമുള്ളത്
അത് ഈ ഞാനും നമ്മൾ ഓരോരുത്തരും കൂടെ കർത്താവിൻ്റെ ശരീരത്തിൽ കൊടുത്ത ഈ 5 മുറിവുകളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈശോ ഈ 5 മുറിവുകൾ തൻ്റെ ശരീരത്തിൽ അവശേഷിപ്പിച്ചു? അതിനുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഇതാണ്: മനുഷ്യർക്കും പിശാചിനും തിന്മയുടെ ശക്തികൾക്കും ഇത്രയൊക്കെ ഒരു മനുഷ്യനോട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ തൻ്റെ ശരീരത്തിൽ 5 മുറിവുകൾ അവശേഷിപ്പിച്ചത്. അതായത് നമുക്കെതിരെ നിൽക്കുന്നവർ, കർത്താവ് ഈശോയുടെ കാര്യത്തിലാണെങ്കിൽ ഈശോയ്ക്ക് എതിരെ നിന്ന എല്ലാവരും കൂടി, അത് പിശാചുണ്ട്, അധികാരികളുണ്ട്, മനുഷ്യരുണ്ട്, തിന്മയുടെ ശക്തികളുണ്ട്, എല്ലാവരും കൂടെ പരിശ്രമിച്ചിട്ടും കർത്താവിനെ എന്നതാ ചെയ്യാൻ പറ്റിയേ? ആകെപ്പാടെ കുറേ അടിക്കാനും ഇടിക്കാനും കുത്താനും പറ്റി, അങ്ങനെ കുറേ മുറിവുകൾ കൊടുക്കാൻ പറ്റി. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു അംശം ശരീരത്തിൽ അവശേഷിപ്പിച്ചിട്ട് കർത്താവ് ശിഷ്യന്മാരെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു, മക്കളെ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഇതുപോലെ മനുഷ്യർക്ക് കുറച്ച് മുറിവുകൾ മാത്രം തരാനേ കഴിവുള്ളൂ, അതുകൊണ്ട് അവരെ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കരുത്, ഭയപ്പെടരുത് എന്ന്. ഇനി ഇത്രയും വലിയ ക്രൂരതകളെയും തിന്മകളെയും ഏറ്റവും വലിയ നന്മയായിട്ട് ഈശോ മാറ്റിയെടുക്കുകയും ചെയ്തു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുറിവുകളെയെല്ലാം തിരുമുറിവുകളാക്കി കർത്താവ് യേശു മിശിഹ രൂപപ്പെടുത്തി. ഇതാണ് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, ഈശോ എന്തുകൊണ്ട് 5 മുറിവുകൾ അവശേഷിപ്പിച്ചു? രണ്ടാമത്തെ കാരണം ഇതാണ്: ശിഷ്യന്മാർക്ക് യേശുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ തൻ്റെ ശരീരത്തിൽ 5 മുറിവുകളെ അവശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നോ? ഇത് ഞാനീ പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു തരുന്ന ശരീരം, ഇത് പഴയ ശരീരം തന്നെയാണ്, പഴയ കർത്താവ് തന്നെയാണ് ഞാൻ, അല്ലാതെ പുതിയൊരു ആളല്ല, പുതിയൊരു ശരീരമല്ല. പഴയ ശരീരത്തെ ഞാനിതാ മുറിവുകളൊക്കെ മാറ്റിയെടുത്ത് പഴയ കർത്താവ് തന്നെയാണ്, നിങ്ങളോട് കൂടെ 3 വർഷം ഉണ്ടായിരുന്ന അതേ യേശു തന്നെയാണ് ഞാനെന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നാൽ അത് ഞാൻ തന്നെയാണെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈശോ തൻ്റെ ശരീരത്തിൽ 5 മുറിവുകളെ അവശേഷിപ്പിച്ചു. പ്രിയപ്പെട്ടവർ ഓർക്കണം, ഇതിലൂടെ കർത്താവ് യേശു മിശിഹ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, തല്ലിച്ചതയ്ക്കപ്പെട്ട ശരീരത്തെ കർത്താവ് പുതുക്കുകയാണ് ചെയ്തത്, വേറെ പുതിയൊരു ശരീരം സ്വീകരിക്കുകയല്ല ചെയ്തത്. ഇതാണ് നമ്മളെ പഠിപ്പിച്ചത്. പുതിയ ഭർത്താവിനെ അല്ല, പുതിയ ഭാര്യയല്ല, പുതിയ വ്യക്തിയെയല്ല, അവരുടെ സ്വഭാവത്തെ നന്നാക്കുകയാണ് വേണ്ടതെന്ന് കർത്താവ് യേശു മിശിഹ കൃത്യമായി നമ്മളെ ഇതിലൂടെ ബോധ്യപ്പെടുത്തി തരുന്നു. ഇതാണ് രണ്ടാമത്തെ കാരണം എന്തുകൊണ്ട് കർത്താവ് യേശു മിശിഹ തൻ്റെ ശരീരത്തിൽ ഇങ്ങനെ 5 മുറിവുകൾ ശേഷിപ്പിച്ചു എന്നത്. ഇനി മൂന്നാമത്തെ കാരണം, ഈശോ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ അടയാളമാണ് തൻ്റെ ശരീരത്തിൽ അവശേഷിപ്പിച്ച ഈ മുറിവുകൾ. ഒന്നും കൂടെ പറയാം, ഈശോ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കോരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് അപേക്ഷിക്കുന്നതിൻ്റെ അടയാളമാണ് തൻ്റെ ശരീരത്തിൽ കർത്താവ് യേശു മിശിഹ അവശേഷിപ്പിച്ച ഈ 5 മുറിവുകൾ. അതെങ്ങനെയാണെന്നോ? ഈശോ പിതാവായ ദൈവത്തോട് പറയും, കാണിച്ചും കൊടുത്തു, ഇതേ കണ്ടില്ലേ, എൻ്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ, ഞാൻ ഈ ലോകത്തിലെ ഓരോ മക്കളെയും അത്രയും ആഴത്തിൽ സ്നേഹിച്ചു. എനിക്ക് സ്നേഹിക്കാവുന്നവൻ്റെ അങ്ങേയറ്റം ആഴത്തിൽ ഞാൻ സ്നേഹിച്ചു. അതിന് പ്രതിഫലം പോലെ അതിൻ്റെ പരിണിത ഫലമായിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ മുറിവുകൾ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് യേശു മിശിഹ തൻ്റെ ശരീരത്തിൽ 5 മുറിവുകൾ അവശേഷിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, കർത്താവ് നമുക്കായി നിരന്തരം ദൈവത്തിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെ മുറിവുകളേറ്റ് മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ഈശോ ഇത് ചെയ്യുന്നു. ഇനി നാലാമത്തെ കാരണം, എന്തുകൊണ്ട് ഈശോ തൻ്റെ ശരീരത്തിൽ ഈ 5 മുറിവുകൾ ശേഷിപ്പിച്ചു, അത് മായ്ച്ചു കളഞ്ഞില്ല എന്നതിൻ്റെ നാലാമത്തെ കാരണം ഇതാണ്:
പീഡാസഹനങ്ങളിലൂടെയാണ്, തൻ്റെ പീഡാസഹനങ്ങളിലൂടെയാണ് ഈ ലോക ജനതയെ ഞാൻ രക്ഷിച്ചതും വീണ്ടെടുത്തതുമെന്ന് നമ്മളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ശിഷ്യന്മാരെയും നമ്മളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ തൻ്റെ ശരീരത്തിൽ 5 മുറിവുകൾ അവശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണെന്ന് അങ്ങനെ വരുന്നത്? ആദ്യകാലം തൊട്ടേ ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്ത് ഇങ്ങനെ ജനസമൂഹം മുഴുവൻ പാപത്തിൽ വീണതിന് ശേഷം പിതാവായ ദൈവം പല മാർഗങ്ങളിലൂടെ പരിശ്രമിച്ചു ലോക ജനതയെ രക്ഷിക്കാനായിട്ട്. ആദ്യം നോഹയുടെ കാലത്ത് ജലപ്രളയത്തിലൂടെ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ നോക്കി. കുറച്ചു കാലത്തിനൊക്കെ അത് ഫലം കാണിച്ചുവെങ്കിലും പിന്നീട് ജനങ്ങൾ മുഴുവനും പാപത്തിൽ വീണു. അത് കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിൽ പരിച്ഛേദന കർമ്മം നൽകി വീണ്ടും ലോകത്തെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ നവീകരിക്കാനും വിശുദ്ധീകരിക്കാനും നോക്കി. എന്നിട്ടും നടന്നില്ല. കുറേ നാൾ കഴിഞ്ഞപ്പം ജനം മുഴുവൻ വീണ്ടും പാപത്തിൽ പോയി. അതിനുശേഷം കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴോ മോശയിലൂടെ 10 കൽപ്പനകൾ കൊടുത്തു. അപ്പോൾ ഈ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജനങ്ങൾ വളരെ നീതിമാന്മാരും വിശുദ്ധരുമായി ജീവിച്ചുകൊള്ളും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് 10 കൽപ്പനകൾ കൊടുത്തു. പക്ഷേ കുറേ നാളൊക്കെ അത് പാലിച്ചെങ്കിലും പിന്നീട് 10 കൽപ്പനകൾ അത് ലംഘിക്കപ്പെട്ടു. വീണ്ടും ദൈവം ചെയ്തു, സോളമൻ എന്നൊരു രാജാവിനെ നൽകി വിജ്ഞാനത്തിൻ്റെ അങ്ങേയറ്റം. അപ്പം നല്ല വിജ്ഞാനികളാണെങ്കിൽ പാപം ചെയ്യില്ല എന്ന് കരുതി. പക്ഷേ വീണ്ടും സോളമൻ ഉൾപ്പെടെ പാപത്തിൽ വീണു. പിന്നെ ദൈവം ദാവീദിലൂടെ ഉത്തമരായ രാജാക്കന്മാരെ നൽകി. എങ്കിലും അതും വിജയിച്ചില്ല. പിന്നെ പ്രവാചകന്മാരിലൂടെ പരിശ്രമിച്ചു. എന്നിട്ടും ജനം പാപം ചെയ്തു. പിതാവായ ദൈവത്തിനും കൃത്യമായി അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ആയപ്പം ഈ ലോക ജനതയെ രക്ഷിക്കണമെങ്കിൽ തൻ്റെ പുത്രനെ അയക്കണം, പുത്രൻ മുറിവേൽക്കണം, മുറിവേറ്റ് അവർക്ക് വേണ്ടി രക്തം ചിന്തണം. അങ്ങനെ തൻ്റെ പീഡാസഹനത്തിലൂടെ മാത്രമാണ് ഈ ലോക ജനതയെ രക്ഷിച്ചത് എന്ന് ശിഷ്യന്മാരെയും വരും തലമുറകളെയും പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് കർത്താവ് യേശുമിശിഹ തൻ്റെ ശരീരത്തിൽ ഈ 5 മുറിവുകൾ അവശേഷിപ്പിച്ചത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, 5ാമത്തെ കാരണം എന്തുകൊണ്ട് ഈശോ ഇങ്ങനെ 5 മുറിവുകൾ അവശേഷിപ്പിച്ചെന്നതിൻ്റെ 5ാമത്തെ കാരണം വിശ്വാസികളെയും അവിശ്വാസികളെയും തമ്മിൽ വേർതിരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് 5 മുറിവുകൾ അവശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ വിശ്വാസികളെയും അവിശ്വാസികളെയും തമ്മിൽ വേർതിരിക്കുന്നത്? അത് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 29-31 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് കോലാടുകളെയും ചെമ്മരിയാടുകളെയും തമ്മിൽ വേർതിരിക്കും. ഒരു കൂട്ടരെ തൻ്റെ വലതുവശത്തും മറ്റൊരു കൂട്ടരെ തൻ്റെ ഇടതുവശത്തും നിർത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വചനഭാഗം. അതായത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, മുറിവുകളേറ്റു, അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കും, ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കും എന്ന് ഉത്തമ ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുമ്പം നമ്മൾ ഓരോരുത്തരും കർത്താവ് യേശു മിശിഹായുടെ വലതുവശത്ത് നിർത്തപ്പെടുന്ന വ്യക്തികളായിത്തീരും. അങ്ങനെ വലതുവശത്ത് നിർത്തപ്പെടുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലൂടെ രക്ഷ പ്രാപിച്ച ഞാനും നമ്മൾ ഓരോരുത്തരും ഇനി ഒരു കാരണവശാലും തിന്മയിലേക്കോ പാപത്തിലേക്കോ പോയി കർത്താവ് തന്ന ജീവിതത്തെ നശിപ്പിച്ച് കളയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ജീവിക്കുന്നവരായിത്തീരും. അങ്ങനെ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ ശരീരത്തിൽ ഈ 5 മുറിവുകൾ അവശേഷിപ്പിച്ചത് വലിയ ബോധ്യങ്ങൾ തന്ന്, വലിയ ഇൻസ്പിരേഷൻ തന്ന് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് നമുക്കറിയാം, വിശുദ്ധർ ഇതുപോലെ ശരീരത്തിൽ മുറിവുകളേറ്റവരാണ്. ജീവിച്ചിരിക്കുന്ന പല വ്യക്തികളിലൂടെയും തൻ്റെ പഞ്ചക്ഷതങ്ങൾ അവർക്ക് നൽകി കർത്താവ് യേശു മിശിഹ അവരെ ഓരോരുത്തരെയും തൻ്റെ സഹനത്തിൽ പ്രത്യേകമായ വിധത്തിൽ പങ്കു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. വചനം അതുകൊണ്ടാണ് നമ്മളോട് കൃത്യമായിട്ട് ഇപ്രകാരം പറയുന്നത്. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വചനം പറയുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നാം
സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 17-ാം വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ മുറിവുകളെ കർത്താവ് യേശു മിശിഹ സുഖപ്പെടുത്തിയത് തൻ്റെ മുറിവിലേക്ക് അവയെയൊക്കെ വെച്ചു കൊടുത്തുകൊണ്ടാണ്. അതല്ലേ ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈശോയുടെ തിരുമുറിവുകളെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ വലിയ ബോധ്യം കർത്താവ് യേശു മിശിഹ നമുക്ക് ഹൃദയത്തിൽ വെച്ച് തരുന്നത്: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതം ഏൽപ്പിക്കപ്പെട്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വചനം. ഈ ആരാധനാ സമയത്ത് നമുക്കും കർത്താവ് യേശു മിശിഹായോട് പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങയുടെ ശരീരത്തിലെ ഈ 5 മുറിവുകളിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വീണ്ടെടുത്തിന് നല്ല തമ്പുരാനെ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. മക്കളെ, നമുക്കെല്ലാവർക്കും ഈ സമയം എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 കൈകൾ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് ഒന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വീടുകളിലുള്ള എല്ലാവരും ചേരണം, ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുക. മക്കളും മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും ആരൊക്കെ വീട്ടിലുണ്ടോ അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൂടിച്ചേർന്ന് നിന്ന് നമുക്കായിട്ട് മുറിവേറ്റ കർത്താവിനെ, നമുക്കായി ക്ഷതമേറ്റ കർത്താവിനെ, നമുക്കായി എല്ലാ തരത്തിലും പീഡിപ്പിക്കപ്പെട്ട കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ആ മുറിവുകളിലേക്ക് നമ്മുടെ മുറിവുകളെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മുറിവുകളെല്ലാം കർത്താവ് യേശു മിശിഹ ഉണക്കിത്തരും. ഏത് തരത്തിലായാലും ഏത് കാരണത്തിലായാലും നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സകല മുറിവുകളെയും കർത്താവ് ഈ നിമിഷം അങ്ങേ തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് 2 കൈകളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുക. കർത്താവ് യേശു മിശിഹായുടെ മുറിവുകളിലേക്ക് നമ്മുടെ ജീവിതത്തിലെ സകല മുറിവുകളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് ഉറക്കെ വിളിക്കുക മക്കളെ, ഒരുമിച്ച് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ കൈകൾ കൂപ്പി കർത്താവേ തളരാതെ കാത്തിടണേ. എല്ലാവരും മുറിവുകളോരോന്നായി ഈറ്റിടുമ്പോൾ കർത്താവേ തളരാതെ കാത്തിടണേ. 2 കരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് ആരാധിച്ച് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എൻ്റെ കർത്താവേ, ഞങ്ങൾ എത്രയോ അധികം ആളുകളാണ് പലതരത്തിലുള്ള മുറിവുകളാൽ എന്നും സങ്കടപ്പെട്ടും വേദനിച്ചും വിഷമിച്ചും ജീവിക്കുന്നത്. മറ്റുള്ളവർ അകാരണമായ വിധത്തിൽ കുറ്റപ്പെടുത്തുമ്പം, ഒറ്റപ്പെടുത്തുമ്പം, വേദനിപ്പിക്കുമ്പം, അസഭ്യ വർത്തമാനം പറയുമ്പോൾ ഞങ്ങൾ വല്ലാതെ വേദനിച്ചു പോകാറുണ്ട്. കർത്താവേ, എന്തുകൊണ്ടാണ് അവരെന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നതെന്ന്, എനിക്കെതിരെ ഇങ്ങനെ അപവാദ പ്രചരണം നടത്തുന്നതെന്ന്, എന്നെ എന്തിനാണ് ഇത്രയേറെ വേദനിപ്പിക്കുന്നതെന്ന് ഒക്കെ ചിന്തിച്ചുകൊണ്ട് തളർന്നു പോകുന്ന എന്തുമാത്രം സമയങ്ങളാണുള്ളത്, എന്തുമാത്രം അവസരങ്ങളാണുള്ളത്. അവരുടെ മറ്റുള്ളവരുടെ വായിൽ നിന്നും വരുന്ന അസഭ്യ വർഷങ്ങൾ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റാതെ തളരുന്ന ധാരാളം വ്യക്തികളുണ്ട് എൻ്റെ പൊന്നുതമ്പുരാനെ. അതും പ്രിയപ്പെട്ടവര്, ഞങ്ങൾ സ്നേഹിക്കുന്നവര്, ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നവര്, ഞങ്ങളുടെ കൂട്ടത്തുള്ളവരൊക്കെ ഞങ്ങളെ അകാരണമായ വിധത്തിൽ ഇതുപോലെ അസഭ്യം പറഞ്ഞും വേദനിപ്പിക്കുന്ന വർത്താനം പറഞ്ഞും പരസ്പരം കുത്തിയും വേദനിപ്പിച്ചും മുറിവേൽപ്പിക്കുമ്പോൾ എൻ്റെ പൊന്നുതമ്പുരാനെ, തളർന്നു പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ അങ്ങനെയുള്ള എല്ലാ മുറിവുകളെയും ഈശോയുടെ തിരുമുറിവുകളിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈശോ നമുക്ക് ശക്തി നൽകും, ഈശോ നമുക്ക് കരുത്ത് പകരും. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുക തന്നെ ചെയ്യും. 2 കരങ്ങളും ഉയർത്തുക. ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ച അനുഭവങ്ങൾ,
സങ്കടപ്പെടുത്തിയ അനുഭവങ്ങൾ, അസഭ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, തെറ്റിദ്ധരിച്ച് വർത്തമാനം പറഞ്ഞിട്ടുള്ളത്, എല്ലാ മുറിവുകളെയും കർത്താവിൻ്റെ തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ച് യേശുവേ എന്ന് ചങ്ക് പൊട്ടിയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, സ്വരമുയർത്തി എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും, കർത്താവ് നമ്മുടെ മുറിവുകൾ ഉണക്കിത്തരും, കർത്താവ് നമ്മളെ വഴി നടത്തും. വിളിച്ച് പ്രാർത്ഥിക്കാം, യേശുവേ. എല്ലാവരും കൈകൾ കൂപ്പിക്കൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പി മുട്ടുകൾ കുത്തുന്നു. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാ മുറിവുകളെയും സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമേ ആരാധന. ഈശോയുടെ തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമേ ആരാധന. രണ്ട് കൈകളും തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാൻ നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങിയാണ്. മക്കളെ ഓർക്കണം, കർത്താവ് അനുഗ്രഹിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഈശോ ആശീർവദിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുറിവുകളൊക്കെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവ് എടുത്തു കളയും. എത്ര വലിയ വേദനിപ്പിക്കുന്ന അനുഭവമായാലും, മുറിപ്പെടുന്ന അനുഭവമായാലും അതിനെയെല്ലാം ഈശോ മാറ്റിക്കളയും. ഈശോ മുറിവുകളെയൊക്കെ തന്റെ മുറിവിലേക്ക് വെച്ച് തന്നിട്ട് കർത്താവ് ശിഷ്യർക്ക് നൽകിയ സമാധാനം നമുക്ക് നൽകും, രക്ഷ നമുക്ക് നൽകും, സൗഖ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കും. അതിനായി കർത്താവിനെ രണ്ട് കൈകളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുക. ഇരു കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ തിരുമുറിവുകളെ ഉണക്കണമേ. കർത്താവേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. അങ്ങയുടെ തിരുമുറിവുകളാലെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ദൈവത്തിന്റെ അഭിഷേകം ഈ നിമിഷം ഞങ്ങളെ ഭവനങ്ങളിലേക്ക് ഒഴുകട്ടെ. കർത്താവേ അങ്ങയുടെ തിരുനിലാവിന്ന് ഒഴുകിയ തിരുരക്തം കർത്താവേ ഞങ്ങളെ ഭവനങ്ങളെ വിശദീകരിക്കണമേ, ഞങ്ങളെ കുടുംബങ്ങളെ വിശദീകരിക്കണമേ, ഞങ്ങളെ ജീവിതത്തെ വിശദീകരിക്കണമേ. സ്വേ 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 ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.